തിരുവനന്തപുരത്തുള്ള എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊല്ലത്തേക്കുള്ള എൻ്റെ വീട്ടിലേക്കുള്ള വരവാണ് നിങ്ങൾ ഈ കാണുന്നത്. ഏകദേശം 2.5-3 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ഞാൻ എത്തിയത് 4.5 മണിക്കൂർ എടുത്തിട്ടാണ്. വന്നതും പോയതും എല്ലാം KSRTCയിലായിരുന്നു. വന്ന പോലെ അല്ലായിരുന്നു പോയത്. പോയപ്പോൾ എളുപ്പം എത്തി. പക്ഷെ വന്നപ്പം ഏതൊക്കെ കാട്ടുവഴിക്കൂടെ കയറി വന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. KSRTC ബസ്സിൻ്റെ ഓരോരോ വികൃതികളെ. എനിക്കാണെങ്കിൽ പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു. കാരണം പനി അടിച്ച് പണ്ടാരാണെങ്കിൽ കുത്തോളം എടുത്തിരിക്കുമായിരുന്നു. പനി അടിച്ച് വോയിസ് പോലും പുറത്തു വരാത്ത അവസ്ഥ. ഇപ്പോഴാണൊന്ന് ശരിയായത്. ഈ ശബ്ദം പുറത്തു വരാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ഇടാനും താമസിച്ചത്. കുറേ പേര് ചോദിച്ചിരുന്നു എന്താ വീഡിയോ ഇടാത്തതെന്ന്. എനിക്ക് എല്ലാവർക്കും ഇപ്പം മനസ്സിലായി കാണുമല്ലോ എന്താ വീഡിയോ ഇടാത്തതെന്ന്. ഇപ്പോഴും കറക്റ്റായിട്ട് എൻ്റെ വോയിസ് തിരിച്ചു കിട്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെ സംസാരിച്ചൊപ്പിക്കുക. അങ്ങനെ 4.5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് നമ്മൾ കരുനാഗപ്പള്ളി എത്തി. കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡും കൂടി കണ്ടപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. കണ്ടക്ടർ എനിക്കൊരു 10 രൂപ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു ഇൻവെർട്ടർ ആയതുകൊണ്ട് ചോദിച്ചില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും. പിന്നെ സ്റ്റാൻഡിൽ നിന്ന് നേരെ ക്രാഫ്റ്റ് ഷോപ്പിലോട്ട് പോയി. അവിടെ നിന്ന് ഒരു ഫ്രെയിം എടുക്കാനുണ്ടായിരുന്നു. എന്താണെന്നറിയത്തില്ല, ഈ ക്രാഫ്റ്റ് ഷോപ്പിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു നാഗവല്ലിയായിട്ട് മാറും. പിന്നെ അവിടെ ഇരിക്കുന്ന എല്ലാം വാങ്ങണമെന്ന് എൻ്റെ മനസ്സ് കിടന്ന് പറയെങ്കിലും പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും വാങ്ങാറില്ല. പിന്നെ നമ്മളെ ഗീവ് അവേ നടക്കുന്നുണ്ട്. ഇതുവരെ വീഡിയോ കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്ക്. പിന്നെ നമ്മളത് കുറേ പേര് ചോദിക്കുന്നുണ്ട് Q&A ചെയ്യുമെന്ന്. ഇതുവരെ Q&A ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്ര റീച്ച് ഒന്നും ആയിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, നമുക്കൊരു ഷോർട്ട് വീഡിയോയിൽ പറയാം. പിന്നെ നമുക്ക് വേണ്ട ഫ്രെയിമും ഷീറ്റും എടുത്തിട്ട് നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ടാണ് അടുത്ത ബസ് പിടിച്ച് ആശുപത്രിയിലേക്ക് പോകും. വേറെ ഒന്നിനും അല്ല, നമ്മുടെ പനി മാറാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് ഇഞ്ചക്ഷനും വെച്ച് മരുന്നും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. ഇഞ്ചക്ഷൻ എനിക്ക് പണ്ടേ പേടിയാണ്. എന്താണെന്നറിയത്തില്ല, ഈ സൂചി കാണുമ്പോൾ എൻ്റെ കൈയും കാലും കിടന്ന് വരയ്ക്കാൻ തുടങ്ങും. പിന്നെ എൻ്റെ കസിൻ സിസ്റ്റർ വിളിക്കാൻ വന്ന് അവളുടെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോയിട്ട് വേണം വല്ല കഞ്ഞിയും പയറും തിന്നിട്ട് ഗുളികയും കഴിച്ച് കിടന്നിട്ട് ഉറങ്ങാൻ. അങ്ങനെ രാത്രി അപ്പം വീടെത്തി. ഇനി വല്ലതും കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാം. ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.